എന്താണ് യു ഡി എഫിന്റെ പ്രതീക്ഷകൾ എന്ന് കൂടി നമുക്ക് നോക്കണം. കൃത്യം ഒരാഴ്ച മാത്രമേ ഉള്ളൂ. അവിടെ മുഖ്യമന്ത്രി കസേരയ്ക്കൊക്കെ പിടിവലിയാണ്. അതിനിടയിൽ കണക്കുകൂട്ടൽ എന്ന് പറയുന്നത് 74 മുതൽ 80 സീറ്റ് വരെ നേടി ഭരണം പിടിക്കാം എന്ന് തന്നെയാണ് യു ഡി എഫ് ഇപ്പോഴും പ്രതീക്ഷ വെക്കുന്നത്. ഭരണവിരുദ്ധ വികാരത്തിലും മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകോപനത്തിലും ഒക്കെയാണ് പ്രതീക്ഷ. ക്രൈസ്തവ വോട്ടുകളും അനുകൂലമായി എന്ന് ു ഡി എഫ് കണക്ക് കൂട്ടുകയാണ്. റോഷിപ്പാലാണ് ചേരുന്നത്. റോഷിപ്പാൽ, എന്തായാലും ഭരണമാറ്റം ഉണ്ടാകും, പിടിക്കും ഭരണം. 100 സീറ്റ് ഇല്ലെങ്കിൽ പോലും ഒരു 80-നടുത്ത് സീറ്റുകൾ പിടിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും യു ഡി എഫ് ക്യാമ്പ് കണക്ക് കൂട്ടുന്നത്, അല്ലേ? ഈ നേരത്തെ റഹീസ് പറഞ്ഞതുപോലെയാണെങ്കിൽ പല മന്ത്രിമാരെയും അട്ടിമറിച്ചേക്കും എന്ന് തന്നെ വേണം വിലയിരുത്താൻ. വിനിത, വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ യു ഡി എഫ് ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിച്ചു. പ്രത്യേകിച്ച് FCRA വിഷയം അവസാന ഘട്ടത്തിൽ ചർച്ചയായത് ക്രൈസ്തവ വോട്ടുകൾ യു ഡി എഫിന് അനുകൂലമായി ഏകോപിപ്പിക്കാൻ വഴിയൊരുക്കി എന്ന വിലയിരുത്തലാണ്. അതിനൊപ്പം മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളും അനുകൂലമായിട്ടുണ്ട്. അതുതന്നെയാണ് വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം. അതിനൊപ്പം 10 വർഷത്തെ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള വികാരം നിലനിന്നു. അത് യു ഡി എഫിന് അനുകൂലമായി മാറിയിട്ടുണ്ട് എന്ന വിലയിരുത്തൽ കൂടിയുണ്ട്. അതുകൊണ്ടാണ് യു ഡി എഫ് അധികാരത്തിലെത്തുമെന്ന് നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നത്. 74 മുതൽ 80 സീറ്റുകൾ വരെ ലഭിക്കുമെന്ന് ഉറപ്പാണെന്ന് പറയുന്നു. വലിയ രീതിയിൽ സർക്കാരിനെതിരെയുള്ള വികാരം അങ്ങനെ ആഞ്ഞടിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് 90 സീറ്റ് വരെ ആകാം യു ഡി എഫിന് ലഭിക്കാൻ സാധ്യത എന്ന വിലയിരുത്തലുമുണ്ട്. ഏതായാലും ഭരണം ഉറപ്പിച്ചു തന്നെയാണ് യു ഡി എഫിന്റെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ഏതാണ്ട് 13 മന്ത്രിമാരെങ്കിലും പരാജയപ്പെടുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആദ്യം മുതൽ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് 100 സീറ്റ് വരെ ലഭിക്കുമെന്ന് പറയുമ്പോഴും അത് അവരുടെ ആഭ്യന്തരമായ കണക്കുകൾ പ്രകാരം യു ഡി എഫ് ഏതാണ്ട് 80 സീറ്റ് വരെ ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് നേതൃത്വത്തിൽ നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ശരി, ഏതായാലും 80 സീറ്റ് ഉറപ്പിച്ചുകൊണ്ട് ഭരണമാറ്റം നേടുമെന്ന് തന്നെയാണ് യു ഡി എഫ് ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്.